നടത്തം നീണ്ട സമരവഴികൾ താണ്ടി തളർന്നതാണ്. വികസനത്തിനു വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഇറക്കിവിട്ടത് ജീവിത സ്വപ്നങ്ങൾ ഏറെയുണ്ടായിരുന്ന ഒരുപാട് തലമുറകളെയാണ്. ൽ കരിപ്പൂർ വിമാനത്താവള പദ്ധതിക്കായി തുടങ്ങിയ സ്ഥലമേറ്റെടുപ്പ് അനന്തമായി ഇന്നും തുടരുകയാണ്. ഇതോടൊപ്പം ഒരു ദേശത്തെ ജനതയുടെ ദുരിതവും. തൊണ്ണൂറ്റി ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് 95 വരെ പിടിച്ചു നിന്നു. അതിൽ കലക്ടറേറ്റ് സമരം, വഴി തടയൽ, മറ്റു മറിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി. പക്ഷേ അതൊന്നും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതോറിറ്റിയോ കേന്ദ്ര സർക്കാരോ അംഗീകരിക്കാതെ അവർക്ക് തോന്നിയത് പോലുള്ള ഒരു വില ഞങ്ങൾക്ക് തന്നത്. അന്ന് ഞങ്ങൾക്ക് തന്നത് റോഡ് വക്കായിരുന്നു. 1/2 കിലോമീറ്റർ കൊണ്ടോട്ടേക്ക് നടന്നാൽ മതി. 6,996 റുപ്യാണ് ഒരു സെൻറ്റ് ഭൂമിക്ക് ഞങ്ങൾക്ക് തന്നത്. അന്ന് 8 വർഷം 10 വർഷത്തോളമായി. കഴിഞ്ഞ പ്രാവശ്യം LDF സർക്കാരിൻ്റെ 5 വർഷം അത് പോയി. അതിൻ്റെ മുന്നേ 2 വർഷം, ഇപ്പോൾ 2 വർഷം, അങ്ങനെ 10 വർഷമായി ഞങ്ങൾക്ക് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. യാതൊരു വികസനം ഈ എടുക്കില്ല. പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഒന്നും ഒരു വീട് വെക്ക, ഒരു റിപ്പയറിന് പോലും ഈ ഭാഗത്തേക്ക് ഇല്ല. ഇപ്പോൾ 2 പ്രാവശ്യം ഈ റോഡിന്, നിങ്ങൾ പോകുന്ന ഈ റോഡിന് പൈസ പാസ്സായി 100 മീറ്റർ. അത് കോൺട്രാക്ട് എടുക്കാൻ ആളില്ല, ആ പൈസ ലാപ്സായി. ഭൂമി ഇത്ര വില, ഇത് ഏത് സാധനത്തിനും ഒരു വില ഉണ്ടല്ലോ, അതായത് പ്രദേശത്തുള്ള അതിനനുസരിച്ചൊരു വില. അങ്ങനെ ഇത് ആവശ്യമുള്ള സ്ഥലത്തിന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ വില എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല, ആ ഉദ്യോഗസ്ഥന്മാർക്കറിയില്ല. പിന്നെ ആർക്കാണ് കൊടുക്കണേ? നമ്മളൊരു വീട് വെച്ചിട്ട് ഇവിടുന്ന് വീട് ഒഴിഞ്ഞു പോകാൻ നേരം ഞങ്ങൾ ഇതേപോലെ ഒരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ 2 ലക്ഷം കൊടുക്കേണ്ടി വരും. അതേപോലെ അവർ തരൂല. അവരങ്ങനെ പറയുന്നത് 2 ലക്ഷം തരും, 3 ലക്ഷം തരും എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയോ ആൾക്കാരങ്ങനെ ഒഴിഞ്ഞു പോയിട്ട് ഇതുവരെ ഒരു സഹായം കിട്ടിയില്ല. പിന്നെ നമ്മളെങ്ങനെ എന്ത് വിചാരിച്ച ഇവിടുന്ന് ഒഴിഞ്ഞു പോകണത്? അതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. സ്ഥലം ഒഴിഞ്ഞു കൊടുക്കൂല എന്നാണ് പറയുന്നത്. അവർ വേറെ പുറത്ത് എടുത്തോട്ടെ സ്ഥലം, ഇവിടെ എത്രയോ സ്ഥലം ഉണ്ടല്ലോ എടുക്കാൻ, അവിടെ പോയി അവരെടുത്തോട്ടെ. ഞങ്ങൾ ഈ വീടൊന്നും ഒഴിഞ്ഞു കൊടുക്കൂല. ഞങ്ങളെ കുട്ടികളായിട്ട് ഞങ്ങൾ എടുക്കാൻ പോണേ. ഞങ്ങൾക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ അവർ തരൂല. അതവർ പറഞ്ഞ് അത് എഴുതി ഒപ്പിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് ചെന്ന് നോക്കിയാണ്, അവർ തരലില്ല. എത്രയോ പ്രാവശ്യം അങ്ങനെ എത്രയോ ആൾക്കാർ കണ്ണീർ ഒഴിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളത് പറയുന്നത് ഞങ്ങൾ ഈ സ്ഥലം വിട്ടു കൊടുക്കൂല. പ്രദേശത്തുള്ള ആളുകൾ ഒരിക്കലും വികസനത്തിന് എതിരല്ല. ഈ നാട്ടിലെ ജനങ്ങൾ സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് കരിപ്പൂർ എയർപോർട്ട് വന്നതും പിന്നീട് 12 തവണ വികസിപ്പിച്ചതും. പക്ഷേ അനാവശ്യമായിട്ടുള്ളൊരു വികസനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. 8 വർഷമായിട്ട് അനിശ്ചിതമായിട്ടുള്ള ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കും, നാളെ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രചരണം നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീട് നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാനോ പിന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ വരുന്നതിനൊക്കെ ഈ വികസനം തടസ്സമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് സ്ഥിരമായ സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം വേണം. അഥവാ ഈ അനാവശ്യമായിട്ടുള്ള വികസനം ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പ്രശ്നം വെച്ചാൽ ഇത് ഒരു മിക്കവാറും 99% കൊടുക്കൂല എന്ന് തന്നെ പറയാനുള്ളത്.
കാരണം എനിക്ക് പറയാനുള്ളത് 200 ജനം മാക്കണി എൻ്റെ പറമ്പിലുണ്ട്. ഒരു 10-25 മണി യാതിക്കന്മാരുണ്ട്, കാഴ്ചനുണ്ട്. എനിക്കിതിൽ ബില്ല് 1 ലക്ഷം 1.5 ലക്ഷം ബില്ല് വരുമാനമുണ്ട് കൊല്ലത്തിൽ. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇതിൽ 320 വെള്ളം ഇഷ്ടമായിട്ടുണ്ട്. ഇത് കുളമുണ്ട്, 2-3 കിണറുണ്ട്. ഇതൊരു പാട് സംഗതി പോവുകയാണെങ്കിൽ ഒരുപാട് നഷ്ടമാണ്. ഈ കോടിക്കണക്കിന് റുപ്യ എനിക്ക് നഷ്ടം വരും. ഞാൻ ഇപ്പോൾ നനച്ചാണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ പരിസരത്തുള്ള ആൾക്കാർ ആരും ഇതിന് സ്ഥലം കൊടുക്കില്ല തന്നെ 99% പറയുന്നത്. പിന്നെ ജനങ്ങൾ വെറുതെ പോത്താക്കാണ്. അടിച്ച് 28 പല്ലും കൊയ്ച്ചു പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒരാൾ കൊയ്ച്ചിട്ടില്ല. കുട്ടികൾ ചോറ് കഴിച്ചാൽ വേണ്ടി പോത്താമ്പി പറഞ്ഞിട്ടുണ്ട്. ഇത് വരെ അങ്ങനത്തെ പോത്താമ്പിയുടെ സാധനം തന്നെ ഇല്ല, വെറുതെ പറയുകയാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം 5 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇൻ്റെ ലക്ഷം പറമ്പ് കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം ഉൾപ്പെടുന്ന സെൻറ്റിന് കുയിക്കൂറിന് വേറെ പൈസ തരണം, പെരക്കുള്ളത് തരണം, എല്ലാ സംഗതി തരണം. ഈ സംഗതി ഞങ്ങൾക്ക് ഇനി മറ്റൊരു ലോകത്ത് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. വെറുതെ പറയാണ്. ഗവൺമെൻറ് അത് തരാം ഇത് തരാം വെറുതെ പറയും. ഇക്കാലം ഒരു കൊടുക്കൂല. ആദ്യം ഒഴിപ്പിച്ച് ഞങ്ങൾ പോന്ന് അതിനൊരു ഞങ്ങളെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഞങ്ങളെ ഈ ഭൂമിക്ക് മാത്രം ലേസം കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടാമ്പട്ടങ്ങൊന്നും കിട്ടിയില്ല. തരാമെന്നും പറഞ്ഞ് തന്നിട്ടുമില്ല. ഇപ്പോൾ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ് ഒരു പെരയിൽ ഒരാൾക്ക് പണി തരുമെന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് പണിയൊന്നും തന്നിട്ടില്ല. എൻ്റെ അവിടെ ആൺകുട്ടികളുണ്ടായിന് താവത്തിൽ പണി എടുക്കണമല്ലൊക്കെ. ഇതുവരെയും പണി കിട്ടിയിട്ടില്ല. ബാക്കി പൈസ കിട്ടിയിട്ടുമില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല 5 പൈസ. ഇപ്പം പിന്നെയും ഇവിടെ ഇനി പോകുന്ന അറിഞ്ഞിക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരൂലേ. ഇപ്പം ഞങ്ങൾ 2 പെരക്കാർ അവിടെ നിന്ന് കണ്ട് പോകുന്നതാണ്. എൻ്റെ അങ്ങേപ്പുറത്തൊരു പെരക്കാരുണ്ട്, ഒരു പണ്ട് വന്നിട്ടില്ല. അപ്പം ഇനി ഇപ്പം പോകാൻ കഴിയൂല. ഇനി ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. അതന്നെ ഇനി ഞങ്ങൾ വിട്ടുകൊടുക്കാൻ വിചാരിച്ചില്ല. ഇനി ഞങ്ങളിവിടെ നിന്ന് ഒഴിപ്പിച്ചും വിചാരിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ 6 വർഷമായി എയർപോർട്ട് വികസനം എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമായിട്ടില്ല. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഒരു വികസനമില്ല. വികസനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ജില്ലയുമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റോഡാണെങ്കിൽ റോഡിന് ശരിക്കും പഞ്ചായത്തിൽ നിന്നല്ല ഫണ്ടില്ല. പണ്ട് എയർപോർട്ട് പോവില്ല അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ മേഖലയിൽ നിന്നും അതിപ്പോൾ അടുത്ത എയർപോർട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൽ പിന്നെ ഗവൺമെൻറ് സാധാരണ ചെയ്യുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും, സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു, ഒരു പത്ര റിപ്പോർട്ട് വരും. അങ്ങനെ പിന്നെ സർവേ നടപടികളുമായിട്ട് പ്രദേശത്തേക്ക് വരും. സ്വാഭാവികമായിട്ടും പ്രദേശത്തുള്ള ആളുകൾ അതിനെ തടയുകയും സർവേ സംഘത്തെ തിരിച്ചയക്കുകയും ചെയ്യും. അങ്ങനെ ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഗവൺമെൻറ്, ഇപ്പോഴത്തെ നിലവിലെ ഗവൺമെൻറ് മാറിയതിനു ശേഷം ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഉപസമിതിയെ നിയോഗിക്കുകയും അവർ പിന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളുമായിട്ട് മുമ്പോട്ട് പോയെങ്കിലും പ്രദേശത്ത് ജനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലം
ആ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു പ്രദേശത്തുള്ള ആളുകൾ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഗവൺമെൻറ് ഈ നടപടികൾ നിർത്തിവെക്കും. ജനങ്ങൾ സമരം നിർത്തിയെന്ന് തോന്നുമ്പോൾ വീണ്ടും ഗവൺമെൻറ് നടപടികളുമായിട്ട് മുമ്പോട്ട് വരും. ഇതിൽ ഗവൺമെൻറ്റിന് ഒരു അത്യാവശ്യമാണ് എന്ന് ഗവൺമെൻറ്റിനും തോന്നുന്നില്ല, ജനങ്ങൾക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഒരു കുടിവെള്ള പ്രശ്നം വന്നാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്തോ ഗവൺമെൻറ്റോ ഇവിടെ തയ്യാറാവുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞാൽ അത് നാളെ എയർപോർട്ട് വികസനത്തിൻ്റെ ഭാഗമാകുമോ എന്ന് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ലോക്കൽ ബോഡി പേടിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു റോഡ് വികസനം നടക്കുന്നില്ല. അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം, ചെറുപ്പക്കാരുടെ വിവാഹം എല്ലാം ഒത്തു വന്നാൽ പോലും ഈ എയർപോർട്ട് വികസനം എന്നുള്ള ഒരു മതിലിൽ തട്ടിയിട്ട് തകരുന്ന ഒരവസ്ഥയാണ് പ്രദേശത്തുള്ളത്. വികസനം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അതിക്രമിക്കുമെന്നതിന് തെളിവുകൾ ഏറെയാണ്. എൻ്റെ സ്ഥലം ഒരു കാലി ഭൂമിക്ക് 5 ലക്ഷം റുപ്യ ആയിരുന്നു. കാരണം 200 മാക്കണി പറഞ്ഞാൽ 83,000 റുപ്യ അരികോട് ഒരു മാക്കണി ഇട്ടത്. അപ്പോൾ 50,000 വെച്ച് കൂട്ടാൻ ഒരു 1 കോടി റുപ്യൊക്കെ ഉണ്ട് 200 മാക്കണി. അതുപോലെ തന്നെ യാതിക്ക ഒരു പാട് 25 മരമുണ്ട്, ഒരു 7-8 മരം കായ്ച്ചനുണ്ട്. നിങ്ങൾ വന്ന് നോക്കി 100-300 ബായുണ്ട്. ഇതൊക്കെ ഇവിടെ കീഴ്പ്പെട്ടാണ്. ഒരു കുളമുണ്ട്, 2 കിണറുണ്ട്, ഇഷ്ടംമാതിരി വെള്ളം. എൻ്റെ പള്ളിയരത്ത് എല്ലാ സൗകര്യങ്ങളും ഇത്തരം ഞങ്ങളിതിന് കോടികൾ ഒരു സെന്റ് തന്നാൽ ഞങ്ങൾക്ക് ഇതിന് സമാവില്ല. കാരണം ഞങ്ങൾ പെറ്റ് വളർന്നത് ഇവിടെയാണ്. പെറ്റ് വളർന്നത് ഇവിടെയാണ്. നമ്മൾ ഗൾഫിൽ പല കാലം ഒരുപാട് കൊല്ലങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പെണ്ണുങ്ങളെ കാതും കൗത്തും പറിച്ച് കാണാൻ അത് ഉണ്ടാക്കിയത്. പിന്നെ ഏത് നിലക്കാണ് ഗവൺമെൻറ് എടുക്കുന്നത്? ഒരു നിലക്കും ഞങ്ങൾ വിട്ട് തരുന്ന തന്നെ തോക്ക് വന്നാൽ അതിന് ഞങ്ങൾ റെഡിയാണ്. ഞാൻ റെഡി. എൻ്റെ ആണ്ട് പോയാലും മതി, ഞാൻ ആണ്ട് മരിച്ചോടാലും മതില്ല. തെലം കൊടുക്കൂല. കൊടുക്കുകയാണെങ്കിൽ കാലിഭൂമിക്ക് 5 ലക്ഷം റുപ്യ തന്നെ തരണം. വേറെ ഒരു ഭർത്താൻ ഇങ്ങോട്ട് വരാൻ പറ്റൂല. വിറ്റ് പോകണമെന്ന് വിചാരിച്ചാൽ അവർ വരുന്നില്ല. അവരിപ്പം പറയുന്നത് ഇവിടെ ഈ എയർപോർട്ടിന് ഇത്ര കിട്ടുന്നുള്ളൂ എന്ന്. നമ്മളതിൽ വെച്ച് ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി വയ്ക്കണേ 2 ലക്ഷം കൊടുക്കാതെ നമുക്ക് തരാം. ഒരു സെൻറ്റ് സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് അതേ പറയുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. വികസനത്തിന് ഞങ്ങൾ എതിരില്ല. വികസനങ്ങൾ എവിടെ വെച്ചാൽ വികസനിക്കാൻ ഞങ്ങൾ തയ്യാറാണത്. അങ്ങനെയല്ല ഞങ്ങളെ വീട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോണേ? അവർ സ്ഥലം തരാമെന്ന് പറയുന്നേ. ഏത് സ്ഥലം അവർ തരുന്നത്? വെള്ളം ഇല്ലാതെ സ്ഥലം തരാൻ തരില്ല. ഞങ്ങൾ അതിനൊന്നും ഇല്ല, എവിടെയൊക്കെയോ ഉണ്ട് സ്ഥലം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിതുവരെ പറഞ്ഞില്ല നമുക്ക് ഇന്ന സ്ഥലം ഉണ്ടെന്ന്. ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു വികസിച്ചോട്ടെ, അത് ഇതിൻ്റെ ഉള്ളിൽ എത്രയോ സ്ഥലമുണ്ട്.
വികസിക്കാനൊക്കെ അല്ലേ. നമ്മളൊരു കാര്യം അവർക്ക് നമ്മൾ വിശ്വാസമില്ല എന്ന് പറയുന്നത് തന്നെയാണ്. അതെ, ഞങ്ങൾ ഇവിടെ നിന്ന് അവർ എത്രയോ പ്രാവശ്യം സ്ഥലം ഒഴിപ്പിച്ച് വിട്ടതാണ്. എന്നിട്ട് അവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് അവർക്ക് ഇതുവരെ ഒന്നും ഒരു അനുകൂലം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് അതോറിറ്റിൻ്റെ വിശ്വാസമില്ല, ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം കുറവാണ്. അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്ര ആൾക്കാർ ഒഴിഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഒഴിയൂല എന്ന് തന്നെ പറയുന്നത്. ഞങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുക്കൂല, അവരെവിടെയെങ്കിലും പോയി സ്ഥലം എടുത്തോട്ടെ. ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എൻ്റെ എവിടേക്കാണ് പോകുന്നത്. ഞങ്ങൾ കൂടുതൽ തുടക്കത്തിലത് സമരത്തിൽ തന്നെയാണ്, സമരത്തിന് മുൻപന്തിയിലൊക്കെ വെക്കുന്ന ആൾക്കാർ ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു കോലത്തിലും വിട്ടെടുക്കാൻ തയ്യാറില്ല. ഇത് 12 തവണ കഴിഞ്ഞ് 13ാമത്തെ തവണയാണ് ഇവിടെ ഏറ്റെടുക്കാൻ പോണത്. എത്ര ആളുകളോട് കഷ്ടപ്പെടുക. കാരണം ഒരു കുട്ടികളെ കെട്ടിച്ചാൽ 5 സെൻറ്റ് സ്ഥലം വിറ്റാണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് കല്യാണം നടത്താൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ കല്യാണമുള്ള ചില വരണില്ല, കാരണം അത് എയർപോർട്ടിൽ പോകുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് കല്യാണം നടത്താൻ തയ്യാറില്ലാത്തൊരു ചുറ്റുവല്ല. ഇവിടുന്ന് കെട്ടിക്കൊണ്ടുപോകാനും ഇങ്ങോട്ട് പെണ്ണ് കെട്ടിച്ചാലും തയ്യാറില്ലാത്ത ഒരു ചുറ്റുവല്ല ഞങ്ങൾ നിൽക്കണത്. കാരണം ഞങ്ങൾ എത്രയോ വീടുകൾ ഇന്ന് തലയിൽ കൂടെ പൊളിഞ്ഞിടങ്ങി കിടക്കുകയാണ്. കാരണം പട്ടിക മാറ്റാൻ ഓടൊന്നും മാറ്റാതെ മയത്ത് ചോർന്ന് വിളിച്ച് ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ അവിടെ. കാരണം ഇത് കൊടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളാവും കുടുങ്ങി. കാരണം കൊടുത്താൽ വേറെ സ്ഥലം കിട്ടാനില്ല. അതേമാതിരി ഇപ്പോൾ ഒരു വീട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ ഒരു കല്ലിന് 30 റുപ്യ 33 റുപ്യാണ്. ആ ഒരു കല്ല് വീട്ടുമ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ തേപ്പടക്കി കഴിഞ്ഞ് 100 റുപ്യേൻ്റെ മേലെ എങ്ങനെയും വരും. ഒരു പണിക്കാർ കിട്ടാനില്ലാത്ത കൊല. അപ്പോൾ അത്രയും സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ്. കാരണം ഞങ്ങളിവിടെ ഒരു കല്യാണം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് എല്ലാവരും പാടെ കൂടി ആലോചിച്ചിട്ട് പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാനൊക്കെ പലതും ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടും. അന്നിപ്പോൾ ഇല്ലാത്തൊരു രൂപത്തിലവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഏത് നീക്കത്തിന് ഞങ്ങൾ നേരിടുകയും ചെയ്യും. അതോട്ടിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഈ കൊള്ളരുതായ്മ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യും. ലക്ഷങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൂടെ ലക്ഷങ്ങൾ അതിലുള്ളത്. കാരണം റൺവേ ധാരെങ്കിൽ തന്നെ 18 കോടി 20 കോടി രൂപേൻ്റെ അഴിമതി നടന്നിട്ടുണ്ട്. എന്നമാതിരി ഇപ്പം ഇൻ്റർനാഷണൽ ടെർമിനൽ എടുത്ത് അതിൽ വരെ ഇവിടെ നടന്ന വർക്കുകളിലൊക്കെ CBI അന്വേഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർക്ക് കാശുണ്ടാക്കാനും ഈ ഭൂമാഫിയകൾക്ക് അതേമാതിരി ചെങ്കൽ മാഫിയകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അത് എയർപോർട്ട് എല്ലാ ചാനലുകാർ ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നേ നോക്കിയാലും അറിയാം. അപ്പോൾ അത് 40 കനം 50 കനം താത്തിയിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ പോണ സ്ഥലങ്ങൾ പോകുമ്പോൾ പറഞ്ഞ സ്ഥലങ്ങൾ അപ്പോഴും ചെങ്കൽകാരൻ നടന്നു കൊടുക്കുന്നത്. അത് തടസ്സപ്പെടുത്താൻ ഇതൊന്നും റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ അതോറിറ്റിയെതിരെ മെനക്കെട്ടിട്ടില്ല. കാരണം ഇവിടെ ഇവരെ ആവശ്യം എന്താണ്, ഈ ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവർക്ക് കുറച്ച് ആളുകൾ കൊഴുക്കുക, അവർക്ക് അഴിമതി നടത്താനുള്ള ഒരു വേദി ഇവിടെ ഉണ്ടാക്കുക. അതിന് ഞങ്ങളെ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ആ അഴിമതിക്ക് ഞങ്ങൾ ഒരിക്കലും കൂട്ടി നിൽക്കില്ല എന്ന് ഞങ്ങൾ വികസനത്തിന് ഞങ്ങളെതിരില്ല. ഞങ്ങളെ പൂർവികർ ഞങ്ങളെ പാപ്പിപ്പാപ്പാരും കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് അവരിപ്പോൾ എയർപോർട്ട് നടത്തുന്നത്. എത്രയോ 100 കണക്കിന് ഏക്കറതാ കിഴക്ക് ഭാഗത്തും ഇവിടെ കൊഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇപ്പോൾ CSFന് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് എടുക്കുന്ന ബിൽഡിങ് എന്നമാതിരി അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റിയ വികസനം ഇപ്പോൾ നടക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ കരിപ്പൂർ വിമാനത്താവളം വരാനുള്ള ഒന്നാമത്തെ കാരണക്കാരെ പ്രദേശത്തെ ആളുകളാണ്. പഴയകാലത്ത് ഞങ്ങളുടെ മുൻ തലമുറക്കാരായിട്ടുള്ള പൂർവികരായിട്ടുള്ള ആളുകൾ അവർ കനിഞ്ഞു നൽകിയ ദാനത്തിൻ്റെ അനന്തരഫലമാണ് ഇന്നത്തെ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത്. എല്ലാ ത്യാഗങ്ങളും സഹിച്ച് കഴിഞ്ഞ 12 തവണ വികസനങ്ങളിലും നഷ്ടപരിഹാരം ലഭിക്കാതിരുന്നിട്ടും ഒരുപാട് കഷ്ടനഷ്ടങ്ങളുണ്ടായിട്ടും സ്ഥലം വിട്ടുകൊടുത്ത് വികസനത്തിനും കരിപ്പൂർ വിമാനത്താവളത്തിന് മലബാറിന് ചിറക് നൽകിയ വിമാനത്താവളത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. ഇവരൊരിക്കലും വികസനത്തിനെതിരല്ല. അങ്ങനെ വികസനത്തിനെതിരായിരുന്നു എങ്കിൽ ഒരിക്കലും കരിപ്പൂർ വിമാനത്താവളം ഇവിടെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒന്നും അറിയാത്ത വിദേശത്തെന്നോ ഗൾഫെന്നോ അറിയാത്തൊരു കാലഘട്ടത്തിൽ പോലും വിമാനത്താവളത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് സ്ഥലം കൊടുത്ത ആളുകളാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ വികസനത്തിൻ്റെ കൂടെയാണ്, വികസനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടതും. ഇപ്പോൾ ജനങ്ങൾക്ക് മാറിയ സാഹചര്യത്തിൽ ഇനി 12 തവണ എയർപോർട്ട് വികസനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ആളുകളെ വീണ്ടും ബുദ്ധിമുട്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അധികാരികൾ ജനവിരുദ്ധമായ നയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ്. നാടാകെ വികസനവുമായി ആകാശപ്പറവകൾ പറന്നിറങ്ങുമെന്ന സ്വപ്നങ്ങളുമായാണ് തിരൂരങ്ങാടി താലൂക്കിലെ പള്ളിക്കൽ വില്ലേജിലെ സാധാരണക്കാർ തങ്ങളുടെ വീടും സ്ഥലവും വിട്ടിറങ്ങിയത്.
പണി തരും, പണം തരും, പദവി തരുമെന്ന് പറഞ്ഞ് എയർപോർട്ട് അതോറിറ്റിയും അധികൃതരും കബളിപ്പിക്കുന്നത് ചെറിയ സ്വപ്നങ്ങളും ചെറിയ ജീവിതങ്ങളും മാത്രം കൊതിക്കുന്ന പാവപ്പെട്ടവരെയാണ്.